അസമിലെ പ്രളയ ദുരന്തത്തെ അതിജീവിക്കാൻ കൈകോർക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇന്ത്യൻ സൈന്യവും NDRFും രക്ഷാപ്രവർത്തനത്തിൽ സജീവവുമാണ്. ഈ ഘട്ടത്തിലും പക്ഷേ രാഷ്ട്രീയം കളിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ അസമിലെ ജനങ്ങളെ തനിച്ചാക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് നരേന്ദ്രമോദി സർക്കാരും ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും. അസമിൽ കനത്ത മഴയിലും പ്രളയത്തിലും മരണസംഖ്യ 68ആയി ഉയരുകയും 5.24 ലക്ഷത്തിലേറെ ആളുകളെ പ്രളയം ബാധിക്കുകയും ചെയ്തപ്പോൾ മിനിറ്റുകൾക്കകം കേന്ദ്ര സംസ്ഥാന സേനകൾ പ്രളയ മേഖലയിൽ എത്തിയതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. സൈന്യവും NDRFും SDRFും രാപ്പകലില്ലാതെ ജനങ്ങൾക്ക് കാവലായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ബാധിത പ്രദേശങ്ങളിലേക്ക് നേരിട്ടിറങ്ങിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. നൂറുകണക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,000-ങ്ങൾക്ക് ഭക്ഷണവും കുടിവെള്ളവും അടിയന്തര വൈദ്യസഹായവും ഉറപ്പാക്കിയിട്ടുണ്ട്. അസമിലെ സാഹചര്യം കേന്ദ്ര സർക്കാർ തത്സമയം വിലയിരുത്തുകയും ആവശ്യമായ എല്ലാ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളും അടിയന്തരമായി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ദുരന്തമുഖത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിന് പകരം അനാവശ്യ ആരോപണങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നത് ജനങ്ങൾക്കിടയിൽ അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളോളം കേന്ദ്രത്തിലും അസമിലും ഭരണത്തിലിരുന്നപ്പോൾ പ്രളയത്തിനെതിരെ യാതൊരു ശാശ്വത പരിഹാരവും കാണാത്ത കോൺഗ്രസ് ആണ് ഇന്ന് വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നത്. പ്രകൃതി ദുരന്തത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന കോൺഗ്രസ് നിലപാടിനെ തള്ളി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ജനം, ഡൽഹി.